1857 മഹത്തായ വിപ്ലവം. ഒരുപാട് നേതാക്കന്മാർ ഇതിന് നേതൃത്വം നൽകാനുണ്ടായിരുന്നു. അതിലൊന്ന് ഝാൻസി റാണി ആയിരുന്നു. ഒപ്പം തന്നെ താന്ത്യ തോപ്പി, നാനാ സാഹിബ്, മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ സഫർ, അദ്ദേഹത്തെ ബഹദൂർ ഷാ രണ്ടാമനെന്നും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഇതിന് ലീഡർഷിപ്പ് നൽകാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വിപ്ലവത്തിൽ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സൈനികനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ മേഖല പഠിക്കാനുണ്ട്. വളരെ വിശാലമായൊരു പോയിൻ്റാണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നല്ല പോലെ ശ്രദ്ധിക്കുക. അപ്പോൾ കേരള PSC പലവട്ടം ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. 1857 മഹത്തായ വിപ്ലവം. നമ്മുടെ ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വിപ്ലവമായിരുന്നു 1857. 1857 വിപ്ലവത്തെ 1858 ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തുകയുണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ അത്രയും നാളും ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച ഒരു വിപ്ലവമായിരുന്നു 1857 മഹത്തായ വിപ്ലവം. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നമ്മുടെ ഇന്ത്യയിൽ അവസാനിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഭരണം വരികയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ ബ്രിട്ടീഷ് കിരീടവാശിയുടെ കീഴിൽ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭരണം തുടരുന്നത് എവിടെ നിന്നാണ്? ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഈ ഒരു വർഷം 1858 മുതലാണ് തുടരുന്നത്. അപ്പോൾ ഈ ഒരു വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നതും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്നതും. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് 1857 റിവോൾട്ട് പാർട്ട് 1. ഓക്കെ, ലിസൺ ടു മീ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1858 അത് പൂർണ്ണമായിട്ടും അടിച്ചമർത്തുന്നത്. ക്ലിയർ ആകുന്നില്ലേ? എന്തായിരുന്നു ഈ വിപ്ലവത്തിൻ്റെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാസ്തവത്തിൽ ഇന്ത്യയുടെ നോർത്ത് മധ്യഭാഗം, ഇന്ത്യയുടെ വടക്ക് ഭാഗം, ഇന്ത്യയുടെ മധ്യഭാഗം എന്നീ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത് വാസ്തവത്തിൽ ശക്തമായത്. നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്കോ നോർത്ത് വെസ്റ്റിലേക്കോ പോയില്ല. ഈ ഒരു വിപ്ലവം പോയില്ല. മീൻസ് ഈ മദ്രാസ് എന്ന് പറയുന്ന പ്രദേശങ്ങൾ, ഒപ്പം തന്നെ പഞ്ചാബ് ഏരിയ, അവിടെ എങ്ങും ഈ വിപ്ലവം വ്യാപിച്ചില്ല എന്നത് ഒരു വലിയൊരു പോരായ്മയായിട്ട് മാറി. അത് മാത്രമല്ല, ഒരു കോർഡിനേഷൻ്റെ പോരായ്മ ഇതിനുണ്ടായിരുന്നു. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാനായിട്ട് ഒരു ഐക്യം ഇല്ലായിരുന്നു എന്നത് വലിയൊരു പോരായ്മയായിട്ട് മാറി. എങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ രോഷം അതിൽ ആളിക്കത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുണ്ടായി. ഈ ഒരു വിപ്ലവത്തിൽ കഴിയുകയുണ്ടായി. അത്രയും നാളും 1757 പ്ലാസി യുദ്ധത്തിലൂടെ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം സ്ഥാപിക്കുന്നത്. ഓക്കെ, കൃത്യം 100 വർഷം 1857. ഈ 100 വർഷക്കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദുർഭരണമായിരുന്നു ജനങ്ങളെ ഈ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചത്. മുഖ്യമായിട്ടും ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരായ സോൾജേഴ്സ്, അവരെ ശിപ്പായിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരായിരുന്നു ഈ വിപ്ലവത്തെ മെയിനായിട്ട് നയിച്ചത്. ഓക്കെ, ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ കർഷകരും കൈവേലക്കാരും എല്ലാവരും ഈ ഒരു വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് പോരാടുകയുണ്ടായി. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, സാമ്പത്തിക കാരണങ്ങളുണ്ടായിരുന്നു, സാംസ്കാരിക കാരണങ്ങളുണ്ടായിരുന്നു, മതപരമായ കാര്യങ്ങളുണ്ടായിരുന്നു, ഒപ്പം തന്നെ സൈനികമായ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഈ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നമുക്ക് പിന്നാലെ പഠിക്കാം. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കർഷകരുടെ ദുരിതങ്ങൾ, കൈവേലക്കാരുടെ ദുരിതങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരായ സോൾജേഴ്സിൻ്റെ, പ്രത്യേകിച്ച് സിപ്പായിമാരുടെ ദുരിതങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കുവാനായിട്ടുള്ള ഡൽഹൌസിയുടെ ഭരണതന്ത്രങ്ങൾ, ഇതെല്ലാം ഈ വിപ്ലവത്തിന് കാരണമായി തീരുകയുണ്ടായി. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഈ വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ലിസൺ ടു മീ. ഒരു ചോദ്യം കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്. ലിസൺ ടു മീ. അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നാണ് 1857 വിപ്ലവം അറിയപ്പെടുന്നത്. ഇപ്പോൾ പലരും പല
എന്താണ് പല രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷണം എന്താണ്? ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ മഹത്തായ വിപ്ലവമാണ് എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഇതിനെ എന്താണ് ശിപ്പായി ലഹള എന്നൊക്കെ എന്താണ് വിളിച്ചാക്ഷേപിക്കുകയുണ്ടായി, ശിപ്പായിമാരുടെ ലഹള എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇത് മഹത്തായ വിപ്ലവമായിട്ട് തന്നെയാണ് നമ്മളതിനെ വിലയിരുത്തേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ഇവിടെ ചോയ്സ്. നോക്കിയേ, എ 1857 മെയ് 10, ബി 1857 മെയ് 8, 1857 ഏപ്രിൽ 8, ഡി 1857 ഏപ്രിൽ 10. അപ്പോൾ എന്താണ് 4 ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. ഉത്തരം എന്താണ്? ആൻസർ 1857 മെയ് 10 എന്താണ് ഈ വിപ്ലവം ആരംഭിക്കുന്നത്. ക്ലിയർ ആണെന്നല്ലേ പോയിന്റ്? അപ്പോൾ 1857 മെയ് 10 മീററ്റ്, അവിടെ നിന്നാണ് ഈ ഒരു കലാപം ആരംഭിക്കുന്നത്. മീററ്റിലെ സൈനിക ക്യാമ്പിൽ നിന്നാണ് ഈ ഒരു കലാപം ആരംഭിക്കുന്നത്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ വാസ്തവത്തിൽ എന്തായിരുന്നു ഇതിൻ്റെ ഒരുപാട് കാരണം ഉണ്ടായെങ്കിലും ഇതിന് പെട്ടെന്നൊരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സൈന്യത്തിലെ ഇന്ത്യക്കാരായ സോൾജേഴ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഒരുപാട് അവഗണന ഇവർക്ക് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യൻ സോൾജേഴ്സും ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരായ സോൾജേഴ്സും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും നല്ല വേർതിരിവായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ്, സോൾജേഴ്സിന് എന്താണ് നല്ല ഭക്ഷണം, അവരുടെ എന്താണ് എന്താ പറയണേ, അവർക്ക് നല്ല സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണം മാത്രമല്ല അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഒപ്പം തന്നെ സൈന്യത്തിൽ ഉയർന്ന സ്ഥാനങ്ങളെല്ലാം ആർക്ക് മാത്രമായിരുന്നു? അവർക്ക് മാത്രമായിരുന്നു സ്വന്തം. ക്ലിയർ ആണെന്നില്ലേ? കഴിക്കുന്ന ഭക്ഷണം, ഇടുന്ന യൂണിഫോം പോലും എന്താണ് അവർക്ക് എന്താണ് വ്യത്യാസമുണ്ടായിരുന്നു. ക്ലിയർ ആണെന്നില്ലേ? എന്നാൽ നമ്മളെ ഇന്ത്യക്കാരായ സോൾജേഴ്സിനെ ശിപ്പായിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർക്ക് തുച്ഛമായ വേതനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണവും കിടക്കുന്ന പ്രദേശവും എന്തായിരുന്നു? വളരെ മോശമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് മോശം ഫെസിലിറ്റീസ് മാത്രമായിരുന്നു ആർക്ക് അലോയിരുന്നത്? നമ്മൾ ഇന്ത്യക്കാരെ ആൾക്കാർക്ക് നൽകിയിരുന്നത്. അപ്പം ഈ ഒരു അമർഷം അവർക്ക് പണ്ടൊക്കെ മുതൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, സൈനികർക്കിടയിൽ എന്താണ് മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം, ക്രിസ്തു മതത്തിലേക്ക് സൈനികരെ, ഇപ്പോൾ സൈനികർ മുഖ്യമായിട്ടുണ്ടായിരുന്നത് എന്താണ് ഹിന്ദുക്കളും മുസ്ലിംസും ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ത്യക്കാരായിട്ട്. ഓക്കെ, അപ്പോൾ അവരെ എന്താണ് അവരുടെ മതത്തെ തള്ളിക്കൊണ്ട് ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കാനായിട്ട് വേണ്ടി എന്താണ് പ്രത്യേകം പാതിരിമാരെ സൈന്യത്തിൽ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ അവരെന്താണ് മെന്റലി അവരെ എന്താണ് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ് അവർക്ക് വല്ലാത്തൊരു വിദ്വേഷം ഉണ്ടാക്കിയാക്കാണ് ഇന്ത്യൻ സോൾജേഴ്സിന്. അത് മാത്രവുമല്ല, അവരുടെ ആ ഒരു എതിർപ്പ് അങ്ങോട്ട് ആളിക്കത്താൻ ഒരു കാരണമുണ്ടായി. പെട്ടെന്നുണ്ടായ ഒരു കാരണം ഇതാണ്. ഒരു എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു തോക്ക്, പ്രത്യേക തോക്കാണ് എൻഫീൽഡ് തോക്ക്. അതിൽ ഒരു പ്രത്യേക തിര കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ആ തോക്കിൽ പ്രത്യേക തിര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീസ് പുരണ്ട ഒരു പേപ്പറിന്റെ ആവരണം ഉണ്ടായിരുന്നു. അപ്പോൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പിൽ തീർത്ത ഗ്രീസ് ആണെന്നാണ് പൊതുവെയുള്ള ധാരണ അങ്ങനെ ഉണ്ടായിരുന്നു. ക്ലിയർ ആകുന്നില്ല? അപ്പോൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പിൽ തീർത്ത ഒരു ആവരണം ഈ ഒരു തിരയുടെ പുറത്തുണ്ടായിരുന്നു. അത് പല്ലുകൊണ്ട് കടിച്ച് കളഞ്ഞിട്ട് വേണം ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫയറിന് മുമ്പായിട്ട് ലോഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? അത് പല്ലുകൊണ്ടെന്നാണ് കടിച്ച് ആ ഒരു പേപ്പറിൻ്റെ ഭാഗം മാറ്റണം. അപ്പോൾ ഗ്രീസ്ഡായിട്ടുള്ള ഒരു തിരയായിരുന്നു, ഗ്രീസ്ഡ് കാട്രിഡ്ജ്. ലിസൺ ടു മീ. ഈ സമയത്ത് ഹിന്ദുക്കൾ, അപ്പോൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പിൽ തീർത്ത തിരയായിരുന്നു അത് എന്നാണ് പൊതുവെ ആവരണമായിരുന്നു അത്. അപ്പോൾ പശു ഹിന്ദുക്കൾക്ക് വളരെ ആദരിക്കുന്നൊരു മൃഗമാണ്. ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്ക് പന്നി ഒന്നമാണ് അത് ഹറാമായൊരു മൃഗമാണ്. അപ്പോൾ എന്തു പറ്റി? അത് അവരുടെ മതവികാരത്തെ മനഃപൂർവ്വം വ്രണപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് കരുതി. ആരാണ്? ബ്രിട്ടീഷുകാരിങ്ങനെ ചെയ്തതെന്ന് കരുതി. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഇന്ത്യൻ സോൾജേഴ്സ് ശക്തമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ അതായിരുന്നു പെട്ടെന്നുണ്ടായ ഒരു കാരണം. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? ഈ ഒരു മൃഗക്കൊഴുപ്പ് അടങ്ങിയ തിര കൊണ്ടുവന്നു, എൻഫീൽഡ് തോക്കിൽ കൊണ്ടുവന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട മുഖ്യമായ പെട്ടെന്നുള്ള കാരണം. ക്ലിയർ ആകുന്നില്ലേ? അപ്പോൾ അങ്ങനെ 1857 മെയ് 10
കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഡൽഹിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള മീററ്റ് എന്ന സ്ഥലം, മീററ്റ് കണ്ടോൺമെന്റ്, അവിടെ നിന്നാണ് ഈ ഒരു കലാപം ആരംഭിക്കുന്നത്. ഇന്നും അവിടെ ആ ഒരു കണ്ടോൺമെന്റ് ഉണ്ട് മീററ്റിൽ. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മീററ്റിൽ കണ്ടോൺമെന്റ്. ഓക്കെ, അവിടെ ഇപ്പോഴും അന്നത്തെ കലാപത്തിന്റെ അവശേഷങ്ങൾ ഇപ്പോഴും കാണാം നമുക്ക് അവിടെ. നോക്കി, ഇവിടെ 1857 മെയ് 10 സ്റ്റാർട്ട് ചെയ്തത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? മീററ്റ്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? മീററ്റ്. മറന്നു പോരുത്, മീററ്റ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആകുന്നില്ലേ? ഓക്കെ, അടുത്ത പോയിന്റിൽ പോവാം നമുക്ക്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ സംഭവമാണ് 1857 വിപ്ലവം. ഇവര് 1857 മെയ് 10 കലാപം മീററ്റിൽ നിന്ന് ആരംഭിച്ചു. അവര് കലാപകാരികളായിട്ടുള്ള സോൾജേഴ്സ് എന്ത് ചെയ്തു? ഇന്ത്യക്കാരായ സോൾജേഴ്സ് എന്ത് ചെയ്തു? അവര് അതിവേഗം ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അവർ ഡൽഹി പിടിച്ചെടുത്തു. അപ്പോൾ ഡൽഹിയിലെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ എന്താണ് കൊലപ്പെടുത്തിയെന്നാണ്. ഡൽഹി പിടിച്ചെടുത്തു. എന്നിട്ട് മുഗൾ ഭരണാധികാരിയായ, മുഗൾ സാമ്രാജ്യത്തിൽ അവസാന ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ അഥവാ ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. ആരാണ്? വിപ്ലവകാരികൾ അവരോധിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരായ സോൾജേഴ്സ് അവരെന്ത് ചെയ്തു? ഈ ബഹദൂർ ഷാ രണ്ടാമനെ എന്താണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അവരോധിച്ചു. ക്ലിയർ ആകുന്നില്ല പോയിന്റ്? ലിസൺ മീ. പിന്നീട് അങ്ങോട്ട് നടന്ന ആ ഒരു ശക്തമായ പ്രക്ഷോഭത്തിൽ ഡൽഹി, ആഗ്ര, അതുപോലെ തന്നെ എന്താണ് കാൺപൂർ, പിന്നെ അലഹബാദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഓക്കെ, ഝാൻസി, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്താണ് ഈ കലാപം വ്യാപിക്കുകയുണ്ടായി. ഈ ഡൽഹിയിൽ ഈ ഒരു കലാപത്തിന് ലീഡർഷിപ്പ് കൊടുത്തത് ആരായിരുന്നു? അവസാനത്തെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനും ഒപ്പം തന്നെ ഭക്ത് ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയും ഒരു സൈന്യത്തലവനുമായിരുന്നു അതിന് ലീഡർഷിപ്പ് കൊടുത്തത്. ക്ലിയർ ആകുന്നില്ലേ? അവസാനം 1858 ആ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ ശേഷം എന്ത് ചെയ്തു? ഈ ബഹദൂർ ഷാ രണ്ടാമൻ എന്താണ് എങ്ങോട്ട് നാട് കടത്തി? റങ്കൂണിലേക്ക് നാട് കടത്തുകയുണ്ടായി. ക്ലിയർ ആകുന്നില്ലേ? അതോടെ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന്റെ ഭരണം അവിടെ അവസാനിക്കാനുണ്ടായത്. അപ്പോൾ മുഗൾ ഭരണത്തിന്റെ ഭരണം എന്താണ് ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ ഏകദേശം 3 നൂറ്റാണ്ടോളം കാലം എന്താണ് 300 വർഷക്കാലം, ഏകദേശം 300 വർഷക്കാലം നീണ്ടു നിന്ന മുഗൾ ഭരണത്തിന് അവിടെ എന്താണ് അവസാനം കുറിച്ചെന്താണ് ഈ ഒരു കലാപമായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണം സംഭവം എന്താണ്? 1857 വിപ്ലവമായിരുന്നു. ക്ലിയർ ആകുന്നില്ലേ പോയിന്റ്? ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. 1526 എന്താണ് നമ്മുടെ ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിക്കുന്നത്. ക്ലിയർ ആകുന്നില്ലേ? 1526 ക്ലിയർ ആകുന്നില്ലേ? അപ്പോൾ ഇങ്ങോട്ട് വന്നു 1857 എന്താണ് ഈ ഒരു ഭരണം ഇന്ത്യയിൽ അവസാനിക്കാനുണ്ടായത്. ക്ലിയർ ആകുന്നില്ലേ പോയിന്റ്? അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഏകദേശം 300 വർഷത്തിന് മേൽ എന്താണ് നമുക്ക് ഇന്ത്യയിൽ എന്തുണ്ട് മുഗൾ ഭരണം ഉണ്ടായിരുന്നു. ക്ലിയർ ആകുന്നില്ലേ പോയിന്റ്? ഓക്കെ, അപ്പോൾ 1857 എന്താണ് ഇത് അവസാനിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താണ് ഉണ്ടാകാനുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ഇതുണ്ടോ, മൃഗക്കൊഴുപ്പ് പുരട്ടിയ പ്രത്യേക തിരകൾ നിറച്ച എൻഫീൽഡ് തോക്കുകൾ ഇന്ത്യൻ സൈനികർക്ക് ഉപയോഗിക്കുവാൻ നൽകിയതാണ് പെട്ടെന്നുണ്ടായ കാരണം. അപ്പോൾ എൻഫീൽഡ് തോക്കിനകത്ത് എന്താണ് ഈ തിരകൾ ഉപയോഗിച്ചു. ക്ലിയർ ആണെന്നില്ലേ? മൃഗക്കൊഴുപ്പടങ്ങിയ തിരകൾ ഉപയോഗിച്ചു. അപ്പോൾ സൈന്യത്തിലെ ഹിന്ദുക്കൾക്ക് മുസ്ലിംക്കും എന്താണ് ഈ ഒരു തിര എന്താണ് പല്ലുകൊണ്ട് അത് റിമൂവ് ചെയ്യണമെന്നത് എന്താണ് അവർക്ക് നിഷിദ്ധമായൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് റിയാക്ട് ചെയ്തു. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം നമുക്ക്. അടുത്ത പോയിന്റ്, വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. അപ്പോൾ ഈ ഉത്തർപ്രദേശാണ് മീററ്റ്. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 1857 എന്താണ് മെയ് 10 ആരംഭിക്കുന്നു. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അടുത്ത പോയിന്റ്, ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് 1857 വിപ്ലവം. ശിപ്പായി ലഹള ബ്രിട്ടീഷുകാരാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്ന കാര്യം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായ സോൾജേഴ്സിനെ ശിപ്പായിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആണെന്നില്ലേ? അവർക്ക് കാക്കി ട്രൗസറും കാക്കി ഷർട്ടുമാണ്, പിന്നെ ഒരു കാക്കി തൊപ്പി ഉണ്ടാവും. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ ഇതായിരുന്നു അവരുടെ വേഷം. അതായിരുന്നു കയ്യിൽ എന്താണ് വാള് അല്ലെങ്കിൽ പരിച അല്ലെങ്കിൽ ലാത്തി, ഇതായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ ശിപ്പായി ലഹള എന്നറിയപ്പെട്ടതെന്നാണ് 1857 വിപ്ലവമായിരുന്നു. ക്ലിയർ ആണെന്നില്ലേ? അടുത്ത പോയിന്റ്, 1857 വിപ്ലവത്തിൽ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്തായിരുന്നു? ഇതുണ്ടോ,
കലാപകാരികൾക്ക് ഒരു രഹസ്യ മുദ്ര ഉണ്ടായിരുന്നു. 1857 വിപ്ലവത്തിൽ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്തായിരുന്നു? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. അപ്പൊ ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു കലാപകാരികളുടെ രഹസ്യമുദ്ര. ക്ലിയർ ആണെന്നല്ലേ പോയിന്റ്? ഓക്കെ, ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് പഠിക്കുക. അപ്പോൾ എന്തായിരുന്നു കലാപകാരികളുടെ രഹസ്യമുദ്ര? എന്താണ്? അത് ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു. ക്ലിയർ ആണല്ലേ പോയിന്റ്? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം നമുക്ക്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമായിരുന്നു. അപ്പൊ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് 1857 മഹത്തായ വിപ്ലവമായിരുന്നു ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത്. റയർ ഫാക്റ്റ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. 1857 ഏപ്രിൽ 8 ലിസൺ ടു മീ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1857 മെയ് 10 ആയിരുന്നു ഈ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനേക്കാൾ മുമ്പ് തന്നെ എന്താണ്, ആര് കൊല്ലപ്പെട്ടു? മംഗൾ പാണ്ഡെ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എന്താണ്, മംഗൾ പാണ്ഡെ കൊല്ലപ്പെടുകയുണ്ടായി. ബാരക്പൂർ എന്ന് പറയുന്ന ഒരു സൈനിക ക്യാമ്പിൽ നിന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രക്ഷോഭം ഉണ്ടായത്. ക്ലിയർ ആണെന്നല്ലേ? അപ്പോൾ സൈന്യത്തിൽ ഇദ്ദേഹം എന്താണ്, ഒരു ഒറ്റയാൾ പോരാട്ടം ആദ്യം നടത്തുകയുണ്ടായി. ഈ ഒരു തിര കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ സൈനികർക്കിടയിലെ, ബ്രിട്ടീഷ് സൈനികർക്കിടയിലെ ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വരുന്ന എന്താണ് അവഗണനയെ എതിർത്ത ആദ്യ വ്യക്തിയായിരുന്നു മംഗൾ പാണ്ഡെ. ആ മംഗൾ പാണ്ഡെ ശക്തമായിട്ട് ആരെ എതിർത്തു? ബ്രിട്ടീഷുകാരെ എതിർക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ എന്താണ് 1857 ഏപ്രിൽ 8 എന്താണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വിപ്ലവം തുടങ്ങുന്ന മുമ്പ് തന്നെ രക്തസാക്ഷിയായി മാറി? മംഗൾ പാണ്ഡെ കൊല്ലപ്പെടുകയുണ്ടായി. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പോൾ മംഗൾ പാണ്ഡെ കാണിച്ച ആ ഒരു വീര്യമാണ് പിന്നീട് സൈനികർ ഏറ്റെടുത്തത്. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പോൾ മംഗൾ പാണ്ഡെയുടെ ചുവട് പിടിച്ച് മീററ്റിലാണ് ഈ കലാപം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ 1857 ഏപ്രിൽ 8 ആര് കൊല്ലപ്പെടുന്നത്? ഈ മംഗൾ പാണ്ഡെ രക്തസാക്ഷിയായിട്ട് മാറുന്നത്. ഓക്കെ, എവിടെയാണ്? ബാരക്പൂരിൽ. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? എവിടെയല്ല, മീററ്റിലല്ല, എവിടെയാണ്? ബാരക്പൂരിൽ. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? ഓക്കെ, വ്യക്തമാണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ്, മംഗൾ പാണ്ഡെ ഉൾപ്പെട്ട സൈനിക റെജിമെന്റ് എന്താണ്? ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് 34. ഇങ്ങനെയും പറയാം, 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്? ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് 34. ആ നമ്പർ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ 34 ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് എന്ന് പറയാം. ക്ലിയർ ആണെന്ന് പോയിന്റ്? ഓക്കെ. അപ്പോൾ ഒരു ഇത്ര നിശ്ചിത എണ്ണം സൈനികർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് റെജിമെന്റ് എന്ന് പറയാം. റെജിമെന്റ്, അതുപോലെ എന്താണ്, നമുക്ക് ഇങ്ങനെ പല കമ്പനി ഉണ്ട്, റെജിമെന്റ് ഉണ്ട്, അതുപോലെ ബറ്റാലിയൻ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ഓരോ ഗ്രൂപ്പിന്റെ പേരാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അടുത്ത പോയിന്റ് പോകാം നമുക്ക്. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. ലിസൺ മീ. മീററ്റിൽ നിന്നാണ് വിപ്ലവം തുടങ്ങിയത്. അവരാദ്യം ഏത് പ്രദേശം പിടിച്ചെടുത്തു? മെയ് 12. മെയ് 10 അവിടെ നിന്ന് വിപ്ലവം ആരംഭിച്ചു. കേവലം 2 ദിവസം കൊണ്ട് അവരെന്താണ് ഡൽഹി പിടിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു? കലാപകാരികൾ പ്രഖ്യാപിച്ചു. ക്ലിയർ ആണെന്നില്ല? അവരോധിച്ചു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1857 മെയ് 12 ഡൽഹി എന്ന പ്രദേശം പിടിച്ചെടുത്തത്. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അടുത്ത പോയിന്റ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാണ്? UP ആണ്. ഓക്കെ, തീർച്ചയായും UP തന്നെയാണ്. അപ്പോൾ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം എവിടെയാണ്? UP ആണ്, ഉത്തർപ്രദേശാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഡൽഹി ഭാഗം നേരത്തെ UP ആണ്. ഒപ്പം തന്നെ നേരത്തെ UPയുടെ പ്രദേശമാണ് ഡൽഹി എന്ന പ്രദേശം വരുന്നത്. അടുത്ത് തന്നെ മീററ്റ് UP ആണ്. ഒപ്പം തന്നെ ഝാൻസി എന്ന പ്രദേശം UP ആണ്. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളൊക്കെ അലഹബാദ്. അപ്പോൾ ഇവിടെയൊക്കെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുകയുണ്ടായി. ഇപ്പോൾ 1857 വിപ്ലവം ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ് വ്യാപിക്കുന്നത്? UPയിലാണ് വ്യാപിക്കുന്നത്. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അടുത്ത പോയിന്റ്, ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ നോക്കി. ഇവിടെ മീററ്റ്, അലഹബാദ്, ലക്നൗ, ആഗ്ര, മധുര, അലിഗഡ്. നിസ്സംശയം ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മീററ്റ്, അലഹബാദ്, ലക്നൗ, ആഗ്ര, മധുര, അലിഗഡ്. ഇതെല്ലാം UPയിലെ പ്രധാനപ്പെട്ട പ്രദേശം. ഝാൻസിയും UP തന്നെയാണ്. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പോൾ ഇതെല്ലാം UPയിലെ പ്രധാനപ്പെട്ട കലാപ കേന്ദ്രങ്ങളായിരുന്നു. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? വ്യക്തമാവുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം നമുക്ക്.
ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാതിരുന്ന പ്രദേശങ്ങൾ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നിങ്ങൾ മറക്കാതിരിക്കുക. മദ്രാസ്, അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യ എന്ന പ്രദേശം ഒന്നും തന്നെ ഈ കലാപം വ്യാപിച്ചില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇന്ത്യ മൊത്തം കലാപം വ്യാപിച്ചിരുന്നില്ല. എന്താണ്, അന്ന് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ട് പോകേണ്ടി വന്നേനെ, ക്ലിയർ ആണെന്നില്ലേ? എന്നാൽ സൗത്ത് ഇന്ത്യയിലേക്ക് എന്ത് വന്നില്ല, ഈ ഒരു കലാപം വന്നില്ല. മദ്രാസ്, ബോംബെ, വെസ്റ്റേൺ ഭാഗം ബോംബെ വന്നില്ല. പഞ്ചാബ്, നോർത്ത് വെസ്റ്റായ പഞ്ചാബിൽ വന്നില്ല. ഇപ്പോൾ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗം എന്താണ്, ബോംബെ ഏരിയ, മഹാരാഷ്ട്രയുടെ ഭാഗങ്ങൾ, ഒപ്പം തന്നെ മദ്രാസ്, പിന്നെ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബ് ശക്തമായ എന്താണ് ദേശീയ വികാരം ഉണ്ടായിരുന്ന പ്രദേശമാണ് പഞ്ചാബൊക്കെ. പിന്നെ മദ്രാസ്, അവിടെ ഒന്നും എന്താണ് ഈ കലാപം എന്താണ് വ്യാപിക്കുകയുണ്ടായില്ല, ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ കലാപം വ്യാപിക്കാത്ത പ്രദേശം ഏതൊക്കെയാണ്? മദ്രാസ്, ബോംബെ, പഞ്ചാബ്. വ്യാപിച്ച പ്രദേശങ്ങൾ എന്തൊക്കെയാണ്? കാൺപൂർ ഉണ്ടായിരുന്നു, ഝാൻസി, ഒപ്പം തന്നെ എന്താണ് ഗ്വാളിയോർ, പിന്നെന്താണ് ജഗദീഷ്പൂർ, ബീഹാർ. ഓക്കെ, പിന്നെ ഈ നേരത്തെ പറഞ്ഞ ലക്നൗ, എന്താണ് അലഹബാദ്, അലിഗഡ്, പിന്നെ മീററ്റ്, ഇവിടെ എല്ലാം എന്താണ് കലാപം എന്താണ് നല്ലവണ്ണം വ്യാപിക്കുകയുണ്ടായി. ആഗ്ര നല്ലവണ്ണം വ്യാപിക്കുകയുണ്ടായ പ്രദേശം, കാൺപൂർ, ഇവിടെയൊക്കെ കലാപം നല്ലവണ്ണം വ്യാപിക്കുകയുണ്ടായി. എവിടെ വ്യാപിച്ചില്ല? മദ്രാസിൽ, ബോംബെ, പഞ്ചാബ് എന്ന പ്രദേശങ്ങളൊന്നും തന്നെ എന്താണ് പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഈറ്റില്ലമായിരുന്നു ഈ മൂന്ന് പ്രദേശവും. ഓക്കെ, അവിടെ എന്നും എന്താണ് ആ കലാപം 1857 കലാപം എന്താണ് വ്യാപിക്കുകയുണ്ടായില്ല. വ്യക്തമാകുന്നില്ലേ? ഓക്കെ, അടുത്ത പോയിന്റ്, 1857 വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ക്യാനിങ് പ്രഭുവാണ്. അപ്പൊ ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു ആര്? ലോർഡ് ക്യാനിങ്. ഇദ്ദേഹമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ലോർഡ് ക്യാനിങ് ആയിരുന്നു. ഈ വിപ്ലവത്തിന്റെ അവസാനം 1858, ഞാൻ നേരത്തെ പറഞ്ഞു 1858 എന്താണ് കലാപത്തെ അടിച്ചമർത്തുകയുണ്ടായി. ഈ 58 തന്നെ എന്താണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഉണ്ടായി. കലാപത്തെ അടിച്ചമർത്തി കഴിഞ്ഞപ്പോൾ അത്രയും നാളും ഭരിച്ചിരുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അപ്പോൾ കമ്പനി ഭരണമാണ് അത്രയും നാളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ കലാപത്തെ അടിച്ചമർത്തിയ ശേഷം കൊണ്ടാണ് രാജ്ഞിയുടെ ആലോചന വരികയാണ്. രാജ്ഞി ആലോചിച്ച് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരായ സാധാരണക്കാർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെ എന്താണ് ആയുധമെടുത്തത്? അപ്പോൾ രാജ്ഞി ശരിക്കും അത് വിശകലനം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദുഷ്ഭരണം തന്നെയാണ് ചില നിയമങ്ങൾ, ചില വ്യവസ്ഥകളൊക്കെ എന്താണ് ഇന്ത്യക്കാർ ശരിക്കും എന്താണ് ചൊടിപ്പിച്ചു, പൊറുതി മുട്ടിച്ചു എന്ന് ആർക്ക് മനസ്സിലായി? രാജ്ഞിക്ക് മനസ്സിലായി. അങ്ങനെ രാജ്ഞി വിളംബരം ചെയ്യുകയാണ്, ഇനി മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം നടത്തേണ്ട, ഞാൻ നേരിട്ട് ഇന്ത്യയെ ഭരിച്ചോളാം. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു വിളംബരമായിരുന്നു വിക്ടോറിയ പ്രൊക്ലമേഷൻ എന്നറിയപ്പെടുന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 വിളംബരം. ഓക്കെ, അപ്പോൾ ആ ഒരു വിളംബര പ്രകാരമാണ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി ഇന്ത്യയിൽ അവസാനിക്കുകയാണ്. ഓക്കെ, ഗവർണർ ജനറലിന്റെ പദവി ഇന്ത്യയിൽ അവസാനിച്ചിട്ട് വൈസ്രോയി എന്ന പദവി ഇന്ത്യയിൽ വരികയാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യ വൈസ്രോയി ആയിട്ട് ആരത്തിന് നിയമിച്ചു? ക്യാനിങ് പ്രഭുവിനെ തന്നെ നിയമിക്കുകയുണ്ടായി. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമാർ തന്നെയാണ് ക്യാനിങ് പ്രഭു ആയിരുന്നു. ഓക്കെ, അത് മാത്രമല്ല സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പുതിയ പദവി, അവർ ഭരണം കൊണ്ട് നേരിട്ട് ഭരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പുതിയ പദവി എന്താണ് ഇന്ത്യയിൽ വരികയും ചെയ്തു. ഇപ്പൊ സ്റ്റേറ്റ് സെക്രട്ടറി, ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരു MP ആയിരുന്നു സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ എന്താണ് പുതിയ ഒരു പദവി വരികയാണ്, സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയാം. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ അത് ആ പദവിയും ഒപ്പം തന്നെ വൈസ്രോയി എന്ന പദവിയും വരുന്നത് എന്താണ് 1858 രാജ്ഞിയുടെ വിളംബര പ്രകാരമാണ് ഈ രണ്ട് പദവികളും ഇന്ത്യയിൽ വരുന്നത്. ക്ലിയർ ആണെന്നില്ലേ? ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വിപ്ലവമായിരുന്നു 1857 വിപ്ലവം. നമ്മൾ വിജയിച്ചില്ല, നമ്മളെന്താണ് അവർ പരാജയപ്പെടുത്തിയെങ്കിൽ തന്നെയും ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുവാനായിട്ട് ഈ ഒരു വിപ്ലവം കാരണമാകുകയുണ്ടായി. അതുമാത്രമല്ല, ഇന്ത്യയുടെ അല്പമാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു യൂണിറ്റി അവിടെ എന്താണ് ഉയർന്നു വരികയുണ്ടായി. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? നമുക്ക് ഇവർക്കെതിരെ ആയുധമെടുക്കാൻ കഴിയുമെന്നുള്ള ഒന്ന് കാണിച്ചു കൊടുക്കലായി മാറിയത് 1857 ഈ മഹത്തായ വിപ്ലവം. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? 1857 വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ആരാണ്? പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. അപ്പൊ പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു എന്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഈ ചോദ്യങ്ങളെല്ലാം നല്ലോണം ശ്രദ്ധിക്കുക. ആരായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ? ക്യാനിങ് പ്രഭു ആയിരുന്നു. പിന്നെ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ആരായിരുന്നു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ? ആരായിരുന്നു? പാൽമേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ, അടുത്ത പോയിന്റ്, 1857 വിപ്ലവം നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി? അതേവർക്കും അറിയാൻ പറ്റും.
ആരാണ്? വിക്ടോറിയ രാജ്ഞിയായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി. അപ്പോൾ 1857 വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? അത് വിക്ടോറിയ രാജ്ഞിയായിരുന്നു. അടുത്തത് ബ്രിട്ടീഷ് സൈന്യത്തലവൻ ആരായിരുന്നു? അത് കോളിൻ ക്യാമ്പൽ ആയിരുന്നു. അപ്പോൾ കോളിൻ ക്യാമ്പൽ ആയിരുന്നു ബ്രിട്ടീഷ് സൈനിക തലവൻ. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ ഇത്രയും പോയിന്റ്സ് നല്ലോണം കേൾക്കുക. ബ്രിട്ടീഷ് സൈന്യത്തലവൻ കോളിൻ ക്യാമ്പൽ ആയിരുന്നു. ആരായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി? ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി ആയിരുന്നു. പിന്നെന്താണ് ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ആയിരുന്നു പാൽ മേഴ്സ്റ്റൺ പ്രഭു ആയിരുന്നു. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിങ് പ്രഭു ആയിരുന്നു. ക്ലിയർ ആണല്ലേ? ക്യാനിങ് പ്രഭു ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് പോയിന്റ്സ് പറയാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് പല പല ഘട്ടങ്ങളായിട്ട് മാത്രമേ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുകയുള്ളൂ. എല്ലാ പോയിന്റ്സും കൂടെ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന പോയിന്റ്സ് അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു പോകുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഒരുപാട് കയറി വരുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നിഷ്പ്രയാസം എന്താണ് ഉത്തരം കണ്ടെത്താൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഏവർക്കും ശുഭദിനം നേരുകയാണ്. താങ്ക് യു സോ മച്ച്.